നമുക്ക് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിലത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗിവ് നെയിംസ് ഓഫ് റിയേജന്റ് ടു ബ്രിങ് അബൌട്ട് ദ ഫോളോയിങ് കൺവേർഷൻസ് ഓർ ട്രാൻസ്ഫോർമേഷൻസ്. ഓരോ കൺവേർഷൻസ് തന്നിട്ടുണ്ട്, അത് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിയേജന്റ് ഏതാണ് എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ നോക്കാം. ആദ്യത്തെ എന്താണ്? ഹെക്സനോൾ ടു ഹെക്സനാൽ. ഓക്കെ, അതായത് ഒരു ആൽക്കഹോൾ ഹെക്സനോൾ, ഹെക്സൻ 1 ഓൾ ആണ്. ഹെക്സനോളിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം? ഹെക്സനാൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കൂ, ഹെക്സൻ 1 ഓൾ എന്ന് പറയുമ്പോൾ അതൊരു പ്രൈമറി ആൽക്കഹോൾ അല്ലേ? പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പല റിയേജൻസും പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പല റിയേജൻസും പഠിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ അസിഡിഫൈഡ് K2Cr2O7 അല്ലേ? H+ ഇൻ പ്രസൻസ് ഓഫ് KMnO4, അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ അസിഡിഫൈഡ് K2Cr2O7 അല്ലെങ്കിൽ പിരിഡിനിയം ക്ലോറോക്രോമേറ്റ്. ഈ റിയേജന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലത്തെ ഏത് റിയേജന്റ് വേണമെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെക്സനോളിനെ നമുക്ക് ഹെക്സനാൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് ആണ് സൈക്ലോഹെക്സനോൾ ടു സൈക്ലോഹെക്സനോൺ. അപ്പൊ ഈ സൈക്ലോഹെക്സനോളിന്റെ പ്രത്യേകത എന്താണ്? സൈക്ലോഹെക്സനോൾ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് OH ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ OH ഗ്രൂപ്പ് ഉള്ള കാർബൺ മറ്റ് 2 കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്. അപ്പൊ സെക്കൻഡറി ആൽക്കഹോൾ അപ്പോൺ ഓക്സിഡേഷൻ ഗീവ്സ് കീറ്റോൺ. ഒരു കീറ്റോൺ ആണ് നമുക്ക് കിട്ടുക എന്നറിയാം. അതിനും നമുക്ക് ഈ റിയേജൻസ് തന്നെ ഉപയോഗിക്കാം. ഇതിൽ ഏത് റിയേജന്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റോ അസിഡിഫൈഡ് K2Cr2O7 പിരിഡിനിയം ക്ലോറോക്രോമേറ്റോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി ആൽക്കഹോളിനെ കറസ്പോണ്ടിങ് കീറ്റോൺ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി തേർഡ് ചോദ്യം, പാരാഫ്ലൂറോ ടൊളുവിൻ ടു പാരാഫ്ലൂറോ ബെൻസാൽഡിഹൈഡ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. പാരാഫ്ലൂറോ ടൊളുവിൻ ടു പാരാഫ്ലൂറോ ബെൻസാൽഡിഹൈഡ്. ഇതാണ് ടൊളുവിൻ, ഇവിടെ ഫ്ലൂറിൻ വന്നു. ഓക്കെ, പാരാഫ്ലൂറോ ടൊളുവിൻ ടു എന്താക്കിയിട്ടാ കൺവേർട്ട് ചെയ്യേണ്ടത്? നമുക്ക് പാരാഫ്ലൂറോ ബെൻസാൽഡിഹൈഡ് ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മീഥൈൽ ബെൻസീൻസ് അല്ലെങ്കിൽ ടൊളുവിൻ, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടൊളുവിനെയൊക്കെ നമ്മൾ കറസ്പോണ്ടിങ് അരോമാറ്റിക് ആയിട്ടുള്ള ബെൻസാൽഡിഹൈഡ് അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 റിയേജന്റ് പഠിച്ചിട്ടുണ്ട്. ഒരെണ്ണാണ് ക്രോമൈൽ ക്ലോറൈഡ് CrO2Cl2 ഇൻ പ്രസൻസ് ഓഫ് എ നോൺ പോളാർ സോൾവെന്റ്. അതിനെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ അത് ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അത് എന്ത് ചെയ്യും? അസിഡിക് ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴാണ് ഈ ക്രോമിയം കോംപ്ലക്സ് ഫോം ചെയ്തത് ബ്രേക്ക് ചെയ്തിട്ട് ആൽഡിഹൈഡ് ആക്കിയിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു റിയേജന്റ് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ക്രോമിക് ഓക്സൈഡ് CrO3 ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് അൻഹൈഡ്രൈഡ് ഉപയോഗിക്കാം. ഇതാണ് ക്രോമിക് ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് അൻഹൈഡ്രൈഡ്. ഇതും അതേ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം എന്നറിയോ? അസിഡിക് ഹൈഡ്രോളിസിസ് നടത്തണം. അപ്പോൾ ഇങ്ങനെ ഇത് അസിഡിക് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കറസ്പോണ്ടിങ് അരോമാറ്റിക് ആൽഡിഹൈഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് നമുക്ക് വേണമെങ്കിൽ മീഥൈൽ ബെൻസീൻ അല്ലെങ്കിൽ ടൊളുവീൻ എടുക്കാം, അതിന്റെ ഡെറിവേറ്റീവ്സ് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ബെൻസാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു റിയാക്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെയാണ് ഈഥെയ്ൻ നൈട്രൈൽ ടു എത്തനാൽ. ഓക്കെ, അപ്പൊ നൈട്രൈൽ എന്ന് പറഞ്ഞാൽ എന്താ കോമ്പൗണ്ട്? അടുത്തതാണ് ഈഥെയ്ൻ നൈട്രൈൽ ടു എത്തനാൽ. അപ്പൊ ഈഥെയ്ൻ നൈട്രൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? CH3CH2 നൈട്രൈൽ എന്ന് പറയുമ്പോൾ C∼N സയനോ ഗ്രൂപ്പ് വരുന്നതാണ് നൈട്രൈൽസ്. അപ്പൊ ആൽക്കൈൽ നൈട്രൈലിനെ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ CH3CHO ആണ് അതിന്റെ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്. അല്ല, CH3 ഇവിടെ 3 കാർബൺ ആറ്റംസ് വരുന്നില്ലേ? CH2CHO. ഓക്കെ, ഈഥെയ്ൻ നൈട്രൈലിനെ എത്തനാൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ.
അതായത് ഈഥൈൻ നൈട്രൈൽ എന്ന് പറയുമ്പോൾ CH3CN അതിനെ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് CH3CHO കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ആൽക്കൈൽ നൈട്രൈലിനെ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിയേജന്റ് ആണ് എന്ത്, നമ്മൾ സ്റ്റീഫൻസ് റിയാക്ഷനിൽ പഠിച്ചത്. സ്റ്റീഫൻ റിയാക്ഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? സ്റ്റാനസ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl SnCl2, സ്റ്റാനസ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl നമ്മൾ റിയാക്ട് ചെയ്തു, ഫോളോഡ് ബൈ ഇറ്റ്സ് ഹൈഡ്രോളിസിസ് അല്ലെ, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് H3O+. നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ പറഞ്ഞേ? CH3C ട്രിപ്പിൾ ബോണ്ട് N, അതിലത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവിടേക്ക് 2 ഹൈഡ്രജൻ വരും, ഒരു ഇമീൻ ഫോം ചെയ്യും. ഈ ഇമീൻ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ഫോം ചെയ്യണ ഈ റിയാക്ഷൻ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഉപയോഗിക്കേണ്ടത്? സ്റ്റാനസ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് HCl ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു റിയേജന്റ് കൂടെ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ, അതായത് ആൽക്കൈൽ നൈട്രൈലിനെ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ റിയേജന്റ് ഉപയോഗിക്കാം. ഇത് എന്താണ്? ALH. ഇതെന്താ? ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്. അതിനെ തന്നെയാണ് നമ്മൾ DIBALH എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റിയേജന്റ് ഉപയോഗിച്ചിട്ട് ഈ കൺവേർഷൻ നമുക്ക് നടത്താം. അപ്പൊ അടുത്ത ചോദ്യമാണ് അലൈൽ ആൽക്കഹോൾ ടു പ്രൊപ്പനാൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ. അപ്പൊ അലൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ബെൻസൈൽ ആൽക്കഹോൾ, അലൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ബെൻസൈൽ ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ഒരെണ്ണം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? MnO2 എന്ന് പറയുന്ന ഒരു റിയേജന്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ട് അലൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ബെൻസൈൽ ആൽക്കഹോളിനെ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പൊ അവിടെയും നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം റൂളാണ്. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ആൽഡിഹൈഡും സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോണും ആണ് ഫോം ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു കൺവേർഷനും നടത്താം. ഇനി അടുത്തത് നോക്കൂ, But2ene ടു എഥനാൽ. But2ene എന്ന് പറയുമ്പോൾ ഒരു ആൽക്കീൻ ആണ്, അതല്ല അല്ലെ? CH3CH ഡബിൾ ബോണ്ട് CH3 അല്ലെ, ഇതല്ലേ ബ്യൂട്ടീൻ എന്ന് പറയുന്നത്? 1 2 3 4 സെക്കൻഡ് കാർബണിൽ ഡബിൾ ബോണ്ട് വരുന്ന ഇത്. അപ്പൊ നമ്മൾ ആൽക്കീൻസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എന്താണ്? ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുക, ഹൈഡ്രോളിസിസ് നടത്തുക അല്ലെ. അപ്പൊ എന്ത് നടക്കും? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓസോൺ ആഡ് ചെയ്യും, ഓസോണൈഡ് ഫോം ചെയ്യും. ഈ ഓസോണൈഡ് ക്ലീവേജ് നടത്തി കഴിഞ്ഞാൽ, ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ക്ലീവേജ് നടന്നിട്ട് എന്താ ഫോം ചെയ്യുക? CH3CHO, 2 മോളിക്യൂൾസ് ഓഫ് CH3CHO ഫോം ചെയ്യും. അതന്നെയല്ലേ എഥനാലല്ലേ നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു കൺവേർഷനും നടത്താം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ഓക്സിഡേഷൻ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോണിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണിത്. അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഈ കോമ്പൗണ്ട്സിനെ അറേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കിയതാണ് ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു ആൽക്കെയിൻസിനേക്കാളും കമ്പാരബിൾ മോളിക്കുലാർ മാസ് ഉള്ള ആൽക്കെയിൻസിന് ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ്, ഏറ്റവും കൂടുതൽ ആൽക്കഹോളിനായിരിക്കും. പിന്നെ ഈഥറും ആൽഡിഹൈഡ് കീറ്റോണിനൊക്കെ അതിന്റെ ഇടയിലാണ്. ഈഥറും ആൽഡിഹൈഡും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൽഡിഹൈഡ് ആണ് കൂടുതൽ പോളാറ്, അതുകൊണ്ട് ആൽഡിഹൈഡ്സിനാവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വ്യത്യാസം വരുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 കാർബൺ വരുന്ന ആൽഡിഹൈഡ് ആണ്, ബ്യൂട്ടനാൽ ആണിത്, ബ്യൂട്ടനാൽ. ഓക്കെ, ഇവിടെയോ 1 2 3 4 ബ്യൂട്ടനോൾ ആണ്, ബ്യൂട്ടൻ 1 ഓൾ അല്ലെങ്കിൽ ബ്യൂട്ടനോളിന് സിംപിളി എഴുതാം. ആദ്യത്തെ കാർബണിൽ തന്നെ ഒഴിച്ചു വരുന്ന ബ്യൂട്ടനോൾ ആണ്. ഇതോ ഇവിടെ അതെ C2 4 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. ഇതിനെ എന്താ നമുക്ക് എഴുതാം? എത്തോക്സി ഈഥെയിൻ എന്ന് എഴുതാം, എത്തോക്സി ഈഥെയിൻ. ഇവിടെ അതെ 4 കാർബൺ ആറ്റംസ് ആണ്. ഇനി ഇത് നോക്കി നോക്കൂ, 1 2 3 4 ഇത് ബ്യൂട്ടെയിൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതേണ്ടത്. അപ്പൊ ഏറ്റവും കുറവ് നമുക്കറിയാം ബ്യൂട്ടെയിനാണ്, കാരണം ആൽഡിഹൈഡ്സിനാണ് കമ്പാരബിൾ മോളിക്കുലാർ ആൽഡിഹൈഡ് കീറ്റോണ് കാർബോക്സിലിക് ആസിഡ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ആൽഡിഹൈഡ് കീറ്റോൺ ഈഥർ ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആൽഡിഹൈഡ്സിനാണ്
നോർമൽ ആയിട്ടുള്ള ആൽക്കെയിൻസിനാണ് ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ്. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആൽക്കഹോളിനാവും വരിക. കാരണം എന്താണ്, അവിടെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുന്നത് ഏതിനാണ്? ആൽക്കഹോളിനാണ്. ഓക്കെ, ഇനി അതിന്റെ ഇടയിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. ഏതാണ്? അപ്പൊ ഇതിന് ഏറ്റവും കുറവ്, ഇത് ഫസ്റ്റ് നമ്പർ. ഇതിന് ഏറ്റവും കൂടുതൽ ഫോർത്ത് നമ്പർ. ഇനി ഈ ബ്യൂട്ടനാലും എത്തോക്സി ഈഥേനും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഒരേപോലെ തന്നെയാണ്. ഓൾമോസ്റ്റ് കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള കോമ്പൗണ്ട്സ് ആണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ പോളാർ ആൽഡിഹൈഡ് ആയതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ ഏതിനാണ്? ബ്യൂട്ടനോൾ കഴിഞ്ഞാൽ പിന്നെ ബ്യൂട്ടനാലാണ് വരിക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇതില് കുറവ് എത്തോക്സി ഈഥെയിനാണ്. അപ്പം ആൽക്കെയിൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈഥേഴ്സിന് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, അതിലും കൂടുതലായിരിക്കും ആൽഡിഹൈഡ്സിന്, ഏറ്റവും കൂടുതൽ ആൽക്കഹോളിന്. കാരണം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട്. അപ്പം ഇങ്ങോട്ട് താഴത്തേക്ക് വരുന്തോറും ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്ത് വരും. അപ്പം ഇങ്ങനെ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. അടുത്ത ചോദ്യമാണ്, വുഡ് യു എക്സ്പെക്ട്, അടുത്ത ചോദ്യമാണ്, വുഡ് യു എക്സ്പെക്ട് ബെൻസാൽഡിഹൈഡ് ടു ബി more or less reactive in nucleophilic addition reaction than propanol? Explain your answer. അപ്പൊ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ബെൻസാൽഡിഹൈഡ് ആണോ പ്രൊപ്പനാൽ ആണോ മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ? ഏതാണ് റിയാക്റ്റീവ്, എന്തുകൊണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമുക്ക് പ്രൊപ്പനാൽ ആണെങ്കിൽ CH3 CH2 C ഡബിൾ ബോണ്ട് OH അല്ലെ? ഇവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാനുള്ള കാരണം ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരും. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഈ കാർബണിലേക്ക്, പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനാണ് പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇവിടെ എന്താ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക? പോസിറ്റീവ് ചാർജിനെ ലവ് ചെയ്യണത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുക അല്ലെ? ഇനി ബെൻസാൽഡിഹൈഡ് ആണെങ്കിലോ, ബെൻസാൽഡിഹൈഡ് ആണെങ്കിൽ അതെ C ഡബിൾ ബോണ്ട് OH. ഇവിടെയും എന്തുണ്ട്? ഈ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്, കാർബണിലേക്ക് ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ എന്ത് ചെയ്യും? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ആ പോസിറ്റീവ് ചാർജ് ഇവിടേക്ക് വരും. പിന്നെ അടുത്ത സെക്കൻഡില് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഈ പോസിറ്റീവ് ചാർജ് റിങ്ങിലൂടെ മൊത്തം മൈഗ്രേറ്റ് ചെയ്യും. അതിന്റെ പോളാരിറ്റി കുറയുകയാണ് ചെയ്യണത്. അപ്പോ ഇവിടെ പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നത് കൊണ്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ നടക്കാൻ കൂടുതൽ പോസിബിലിറ്റി പ്രൊപ്പനാലിനാണ് കമ്പയർഡ് ടു ബെൻസാൽഡിഹൈഡ്. ബെൻസാൽഡിഹൈഡിലും ഈ രീതിയിൽ പൊളാരിറ്റി ചേഞ്ചസ് വരുന്നുണ്ട്. കാർബൺ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുന്നുണ്ട്, പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ റെസണൻസ് കാരണം കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ വിൽ ബി ഡെഫിനിറ്റ്ലി പ്രൊപ്പനാൽ. പ്രൊപ്പനാൽ തന്നെയായിരിക്കും. കാരണം ഇവിടെ ഈ ചാർജ് ഇതിന്റെ ഈ പോസിറ്റീവ് ചാർജ് ഏത് രീതിയിലും കുറയണില്ല. ഇവിടെ റെസണൻസ് കാരണം അതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പോസിറ്റീവ് ചാർജ് ത്രൂ ഔട്ട് ദ റിംഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അതുകൊണ്ട് ഈ ബെൻസാൽഡിഹൈഡിന്റെ കേസിൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ പ്രൊപ്പനാലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യമാണ്, an organic compound A with molecular formula C8H8O forms an orange red precipitate with 2,4-DNP reagent. So എന്താ 2,4-DNP reagent എന്ന് പറയുന്നത്? 2,4-dinitrophenyl hydrazine എന്ന് പറയുന്ന റിയേജന്റ് ആണ്. ആ 2,4-dinitrophenyl hydrazine റിയാക്ട് ചെയ്യുന്ന റിയേജന്റ് എന്ന് പറയുന്നത് ഒരു ആൽഡിഹൈഡോ കീറ്റോണോ ആയിരിക്കാം. നമുക്കറിയാം 2,4-dinitrophenyl hydrazine റിയാക്ട് ചെയ്യണത് കാർബണൈൽ കോമ്പൗണ്ട്സ്, ആൽഡിഹൈഡ് കീറ്റോൺസ് ഒക്കെ റിയാക്ട് ചെയ്യും, ഓറഞ്ച് റെഡ് പ്രസിപ്പിറ്റേറ്റ് തരും. ആൻഡ് ഗിവ്സ് ആൻ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓൺ റിയാക്ഷൻ ഓൺ ഹീറ്റിംഗ് വിത്ത് അയഡിൻ ഇൻ പ്രസൻസ് ഓഫ് NaOH. കഴിഞ്ഞില്ല, എന്താണ് അത്? ഈ കോമ്പൗണ്ട് എ എന്ന് പറയുന്നത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. എന്തുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ? ഓൺ ഹീറ്റിംഗ് വിത്ത് അയഡിൻ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അയഡിൻ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് അയഡോഫോം ടെസ്റ്റ് ആണ്. അപ്പൊ അയഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യണമെങ്കിൽ ഒരു മീഥൈൽ കീറ്റോൺ ആയിരിക്കും.
ഓക്കെ, മീഥൈൽ കീറ്റോൺ അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ് ഉള്ള ഒരു കോമ്പൗണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആൽഡിഹൈഡോ കീറ്റോണോ അതിലൊരു മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതാണ് ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു ടെസ്റ്റ് അടുത്തത് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് നെയ്തർ റെഡ്യൂസസ് ടൊളൻസ് റിയേജന്റ് ഓർ ഫെലിങ്സ് റിയേജന്റ്. ടൊളൻസും ഫെലിങ്സും ആയിട്ട് റിയാക്ട് ചെയ്യണില്ല എന്ന് പറയുമ്പോൾ അത് സി ഡബിൾ ബോണ്ട് ഓ ഉള്ള ഗ്രൂപ്പ് രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കീറ്റോൺ ആണ്, ആൽഡിഹൈഡ് അല്ല. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? ടൊളൻസ് അല്ലെങ്കിൽ ബോർഷസ് റിയേജന്റും ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആവാം എന്ന് പറഞ്ഞു. 2,4-DNP റിയേജന്റും ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് മേ ബി ആൻ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ഓക്കെ, അതുപോലെ തന്നെ അത് ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യും. ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൊളൻസും ഫിലിങ്സും ആയിട്ട് റിയാക്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു ആൽഡിഹൈഡ് അല്ല, കീറ്റോൺ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുമ്പോൾ അതൊരു മീഥൈൽ കീറ്റോൺ ആയിരിക്കും. മീഥൈൽ കീറ്റോൺ, അതായത് ഒരു CH3 ഗ്രൂപ്പ് ഉള്ള കീറ്റോൺ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ഈ മോളിക്കുലാർ ഫോമിൽ നോക്കുമ്പോൾ C8H8 ആണ്. C8H8 എന്ന് പറയുമ്പോൾ അതിൽ അൺസാച്ചുറേഷൻസ് ഉണ്ട് ധാരാളം. അതുകൊണ്ടായിരിക്കും കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിന് ഏകദേശം അടുത്ത് തന്നെ എന്ത് വന്നിട്ടുണ്ട്, ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണവും വന്നിട്ടുണ്ട്. അപ്പൊ ഡബിൾ ബോണ്ട് അൺസാച്ചുറേഷൻസ് ധാരാളം, ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടുകൾ ഉണ്ടാവും. ആ ഡബിൾ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, ബ്രോമിൻ വാട്ടർ ഡീകളറൈസ് ചെയ്യും. പക്ഷെ ഇവിടെ ബ്രോമിൻ വാട്ടർ ഇറ്റ് ഡസ് നോർ ഇറ്റ് ഡീകളറൈസ് ബ്രോമിൻ വാട്ടർ ഓർ ബെയേഴ്സ് റിയേജന്റ്. ബ്രോമിൻ വാട്ടറോ ബെയർ റിയേജന്റോ ഡീകളറൈസ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നോർ ഇറ്റ് ഡീകളറൈസ് ബ്രോമിൻ വാട്ടർ ഓർ ബെയർ റിയേജന്റ്. ഓക്കെ, ബ്രോമിൻ വാട്ടറോ ബെയർ റിയേജന്റോ ആയിട്ട് റിയാക്ഷൻ തരണില്ല, ഡീകളറൈസേഷൻ തരണില്ല. അതുകൊണ്ട് അൺസാച്ചുറേഷൻ എന്ന് പറയുന്നത് അരോമാറ്റിക് ആയിട്ടുള്ള ഒരു റിങ് ഉള്ളത് കൊണ്ടുള്ള അൺസാച്ചുറേഷൻ ആയിരിക്കാം. അല്ലാതെ നോർമൽ അൺസാച്ചുറേഷൻ ആണെങ്കിൽ ബ്രോമിൻ വാട്ടർ ഡീകളറൈസ് ചെയ്തേനെ. ഇവിടെ അൺസാച്ചുറേഷൻ ഉണ്ട് താനും, പക്ഷെ ബ്രോമിൻ വാട്ടറോ ബെയർ റിയേജന്റോ ആയിട്ടോ ഡീകളറൈസേഷൻ തരണില്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അൺസാച്ചുറേഷൻ മേ ബി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അരോമാറ്റിക് റിംഗ്. ഓക്കെ, പിന്നെ സ്ട്രോങ് ഓക്സിഡേഷൻ ഓൺ ഡ്രാസ്റ്റിക് ഓക്സിഡേഷൻ വിത്ത് ക്രോമിക് ആസിഡ് ഇറ്റ് ഗീവ്സ് കാർബോക്സിലിക് ആസിഡ് ബി. അപ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ട് ഓക്സിഡേഷൻ നടത്തുമ്പോൾ കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. അപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം കീറ്റോൺ എന്ന് പറയുമ്പോൾ ഒരു അരോമാറ്റിക് റിംഗ് ഉണ്ടെന്ന് മനസ്സിലായി, സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി, CH3 ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അതായത് മീഥൈൽ കീറ്റോൺ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഒരു അരോമാറ്റിക് റിംഗ് ഉണ്ട്. ഇനി ഇതിന്റെ മോളിക്കുലർ ഫോർമുല ഇതിന് ഫിറ്റ് ആവുന്നുണ്ടോ നോക്കാം. ഇവിടെ 1, 2, 6 കാർബൺ 8 കാർബൺ ആയി. ഇവിടെ എല്ലാത്തിലും 6 ഹൈഡ്രജൻ, 6 നോക്കൂ, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയി. അപ്പൊ 1, 2, 3, 4, 5, 6, 3, 8 ഹൈഡ്രജൻ ആയി, ഒരു ഓക്സിജനും ആയി. അപ്പൊ അത് C8H8O എന്ന് പറയുന്ന കോമ്പൗണ്ട് A ആണിത്. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് എ എന്ന് പറയുന്നത് 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫിനൈൽ ഹൈഡ്രസോൺ ഫോം ചെയ്യും. അതുപോലെ തന്നെ ഐഡിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഐഡോഫോം ടെസ്റ്റ് തരും. അതുപോലെ ടൊളൻസുമായിട്ടും ഫെലിങ്സുമായിട്ടും റിയാക്ട് ചെയ്യില്ല, കാരണം ആൽഡിഹൈഡ് അല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ അൺസാച്ചുറേഷൻ ഉണ്ട്, പക്ഷേ ഇത് റിങ്ങിലുള്ള അൺസാച്ചുറേഷൻ, അരോമാറ്റിക് റിംഗ് കൊണ്ടുള്ള അൺസാച്ചുറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ബ്രോമിൻ വാട്ടറോ ബെയർ റിയേജന്റോ ആയിട്ടോ ഡീകളറൈസേഷൻ തരണില്ല. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി പറഞ്ഞിരിക്കുന്നതാണ് ഇത് ഈ കോമ്പൗണ്ട് ഡ്രാസ്റ്റിക് ആയിട്ട് ഓക്സിഡേഷൻ നടത്തും. എന്തുമായിട്ടാണ് ഓക്സിഡേഷൻ നടത്തുന്നത്? ക്രോമിക് ആസിഡുമായിട്ട് ഓക്സിഡേഷൻ നടത്തിയപ്പോൾ കോമ്പൗണ്ട് ബി ഫോം ചെയ്തു. ഇത് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആണ് ഫോം ചെയ്യുക. സി ഡബിൾ ബോണ്ട് OH എന്ന് പറയുന്ന കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. ഈ കാർബോക്സിലിക് ആസിഡിന്റെ ഫോർമുല നമുക്ക് നോക്കി നോക്കാം. കാർബൺ 7 ആണ്, അപ്പൊ C7 അത് ഓക്കെ. C7H6 1 2 3 4 5 6 ഓക്കെ. H6 ഓക്സിജൻ എന്ന് പറയുന്നത് 2. C7H6O2 എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നമുക്ക് പഠിച്ചിട്ടുള്ള റിയാക്ഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾസിലെ അടുത്ത ചോദ്യം 12.5 റൈറ്റ് ദ റിയാക്ഷൻസ് ടു എഫക്ട് ദ ഫോളോയിങ് കൺവേർഷൻ. ഈ കൺവേർഷൻസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട റിയേജന്റ് ഏതാണ്, ആ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ബ്യൂട്ടനോൾ ടു ബ്യൂട്ടനോയിക് ആസിഡ്, അതായത് ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ഫോം ചെയ്യും.
കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൽക്കലൈൻ അല്ലെങ്കിൽ അസിഡിക് മീഡിയത്തിൽ, ന്യൂട്രൽ മീഡിയത്തിൽ, അല്ലെങ്കിൽ അസിഡിഫൈഡ് ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ക്രോമിക് ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് ആൻ ആസിഡ്, നോർമലി H2SO4, ക്രോമിക് ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് ആൻ ആസിഡ്, ക്രോമിക് ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് ആൻ ആസിഡ് H2SO4. ഇതിനെയാണ് നമ്മൾ ജോൺസ് റിയേജന്റ് എന്ന് പറയുക. ഈ ജോൺസ് റിയേജന്റിന്റെ ഒക്കെ പ്രസൻസിൽ നമുക്ക് റിയാക്ഷൻ നടത്താം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. ജോൺസ് റിയേജന്റിന്റെ പ്രസൻസിൽ തന്നെ ഈ എല്ലാ റിയേജൻസും നമുക്ക് ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ്, ഏത് സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് വെച്ചിട്ടും ആൽഡിഹൈഡ്സിനെ അല്ലെങ്കിൽ ആൽക്കഹോൾസിനെ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ബ്യൂട്ടനോൾ എന്ന് പറയുമ്പോൾ CH3 CH2 CH2 CH2OH, ബ്യൂട്ടൻ 1 ഓളാണ്, ആദ്യത്തെ കാർബണിൽ തന്നെയാണ് OH. ഇനി ഇത് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് ക്രോമിക് ഓക്സൈഡ് CrO3 ഇൻ പ്രസൻസ് ഓഫ് H2SO4. അപ്പൊ എന്താവും? ഈ ഗ്രൂപ്പ് കറസ്പോണ്ടിങ് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. CH3 CH2 CH2 COOH. ഓക്കെ, അപ്പൊ ഇവിടുന്ന് എന്താണ്? ഓക്സിഡേഷൻ ആണ്, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഓക്സിഡേഷൻ. അപ്പം അങ്ങനെ എന്ത് നടക്കും? ഓക്സിഡേഷൻ നടന്നിട്ട് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. ഇനി അടുത്തതാണ് ബെൻസൈൽ ആൽക്കഹോൾ ടു ഫിനോയിൽ എഥനോയിക് ആസിഡ്. ബെൻസൈൽ ആൽക്കഹോളിനെ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ പറയുക, ഓക്സിഡേഷൻ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ കറസ്പോണ്ടിങ് ആസിഡ് ആയിട്ടാണെങ്കിലും നമുക്ക് പറ്റും. പക്ഷേ ഇവിടെ നോക്കൂ, ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ CH2OH ആണ് അല്ലെ, ഫിനൈൽ എത്തനോയിക് ആസിഡ് ആണ്. ഇവിടെ CH2COOH വരണം, അതായത് ഒരു കാർബൺ ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ ഫോം ചെയ്യണമെങ്കിൽ നമുക്കറിയാം, കാർബൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിനെ ആദ്യം ഒരു കാർബൺ കൂട്ടണമല്ലോ. ഇവിടെ CH2 മാത്രമേ ഉള്ളൂ, ഒരു കാർബൺ ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ വേണം നമ്മൾ അതിനെ കറസ്പോണ്ടിങ് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ബെൻസൈൽ ആൽക്കഹോൾ ആണ്. ബെൻസോയിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള നോർമൽ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻസ് ഏത് ഓക്സിഡൈസിങ് ഏജന്റിനും പറ്റും. പക്ഷെ ഇവിടെ ബെൻസോയിക് ആസിഡ് ആയിട്ടല്ല, ഫിനൈൽ എഥനോയിക് ആസിഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഒരു കാർബൺ കൂടുതലാണ് അല്ലേ. അപ്പൊ ആ കേസിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇതിനെ ബെൻസൈൽ ആൽക്കഹോളിനെ നമ്മൾ എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ആദ്യം HBr ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ OH-നെ റീപ്ലേസ് ചെയ്തിട്ട് Br വരും അല്ലേ. CH2 Br എന്ന് വരും അല്ലേ. ഇനി ഇത് നമ്മൾ KCN-ഉമായിട്ട് പൊട്ടാസ്യം സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ Br-ന്റെ സ്ഥാനത്ത് CN വരും. അപ്പൊ എങ്ങനെ വരുന്നു? CH2CNI. ഇനി ഇതിനെ നൈട്രൈലായല്ലോ, ആൽക്കൈൽ നൈട്രൈൽ അതുപോലെയുള്ള നൈട്രൈൽസിനെയൊക്കെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ്, ജസ്റ്റ് ഹൈഡ്രോളിസിസ് മതി, H3O+ ആയിട്ട് ഹീറ്റ് ചെയ്യുക. ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡിലേക്ക് കൺവേർട്ട് ചെയ്യും, CH2COOH. അപ്പൊ ഒരു കാർബൺ കൂടുതലുള്ള ആസിഡായിട്ട് ഇതാണ് ഫിനൈൽ എഥനോയിക് ആസിഡ്. CH3COOH എന്ന് പറയുന്നത് എഥനോയിക് ആസിഡ് ആണ്. അതിൽ ആദ്യത്തെ കാർബണിൽ തന്നെ ഹൈഡ്രജൻ അല്ല, രണ്ടാമത്തെ കാർബണിൽ ഹൈഡ്രജൻ പോയിട്ട് അവിടേക്ക് ഫിനൈൽ ഗ്രൂപ്പ് വന്നതുകൊണ്ട് ഇത് ഫിനൈൽ എഥനോയിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് 3-nitrobromobenzen to 3-nitrobenzoic acid. 3-nitrobromobenzen എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യണത്? 3-nitrobenzoic acid. അപ്പൊ നമുക്കൊന്ന് കോമ്പൗണ്ട് വരച്ചു നോക്കാം. ഇത് ബ്രോമോബെൻസീൻ, അതിൽ മൂന്നാമത്തെ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 3-nitrobromobenzen ആണിത്. ഇതിനെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? 3-nitrobenzoic ആസിഡുമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിനെ മെഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഈഥറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് മെഗ്നീഷ്യം ബ്രോമൈഡ് ഫോം ചെയ്യും. ഓക്കെ, MgBr കറസ്പോണ്ടിങ് മെഗ്നീഷ്യം ബ്രോമൈഡ് ഫോം ചെയ്യും. ഇനി ഇതെന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഇത് കാർബൺ മോണോക്സൈഡുമായിട്ട് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഐസ്.
അല്ലെങ്കിൽ ഡ്രൈ ഐസുമായിട്ട് റിയാക്ട് ചെയ്യുക. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഫോം ചെയ്യണത്? ഇതിന്റെ കറസ്പോണ്ടിങ് NO2 C ഡബിൾ ബോണ്ട് OMgBr ഫോം ചെയ്യും. ഇതിനെ നമുക്കിനി ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ മതി. ഇത് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? കറസ്പോണ്ടിങ് ആസിഡ് ഫോം ചെയ്യും. ഈ മൂന്നാമത്തെ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് ഉണ്ട് താനും. അപ്പോൾ 3-നൈട്രോ ബെൻസോയിക് ആസിഡ് ഫോം ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ ഈ കൺവേർഷൻ നടത്താം. അപ്പം അടുത്ത ചോദ്യമാണ്, റൈറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ടു എഫക്ട് ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ. അതന്നെ അതിലത്തെ നാലാമത്തെ ചോദ്യം. 4-methyl acetophenone. 4-methyl acetophenone. അപ്പോൾ ഇതാണ് അസറ്റോഫിനോൺ. അതിലത്തെ 4th പൊസിഷനിൽ CH3 ഗ്രൂപ്പ് വരുന്നു. 4-methyl acetophenone ബെൻസീൻ 1,4-C ഡൈകാർബോക്സിലിക് ആസിഡ്, ഇവിടെയും COOH ഗ്രൂപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റുമായിട്ട് സ്ട്രോങ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് KOHന്റെ പ്രസൻസിലാണ് ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഡിയം സോൾട്ട് ഫോം ചെയ്യും. ഓക്കെ, ഇതിന്റെ കറസ്പോണ്ടിങ് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഫോം ചെയ്യും, COOH. ഇതിനെ നമ്മൾ ജസ്റ്റ് ആസിഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, COOH. അപ്പോൾ ബെൻസീൻ 1,4 ഡൈകാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്തു. ഇനി അടുത്തതാണ് സൈക്ലോഹെക്സീനെ നമുക്ക് എന്താക്കിയിട്ട് മാറണം? ഹെക്സേൻ 1,4 ഡൈ ഓയിക് ആസിഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എഗെയിൻ നമ്മൾ KMnO4 ഇൻ പ്രസൻസ് ഓഫ് H2SO4 ആയിട്ട് ഹീറ്റ് ചെയ്യാണ്. KMnO4 H2SO4 പ്രസൻസിൽ നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടുത്തെ മൊത്തം ഈ 2 ബോണ്ടും ബ്രേക്ക് ചെയ്തിട്ട് റിങ് ഓപ്പൺ ചെയ്യും. ആസിഡ് ഇവിടെയും COH ഇവിടെയും COH ഉള്ള ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് 1, 2, 3, 4, 5, 6 ഹെക്സേൻ 1,6 ഡൈ ഓയിക് ആസിഡ് ആണ് ഇത്. ഇനി അടുത്തതാണ് ബ്യൂട്ടനോൾ. CH3 CH2 CH2 CHO ബ്യൂട്ടനാലിനെ നമുക്ക് ബ്യൂട്ടനോയിക് ആസിഡ് ആക്കണം. ബ്യൂട്ടനാലിനെ നമുക്ക് എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം? ബ്യൂട്ടനോയിക് ആസിഡ്. അതായത് CH3 CH2 COOH ബ്യൂട്ടനോയിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചാൽ മതി. ടോളൻസ് റിയേജന്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൺവേർഷൻ നടത്താൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് ഇതിലത്തെ പ്രോബ്ലംസ് ഈ രീതിയിലായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം നമുക്ക് റിയേജന്റ് നല്ല ധാരണ വേണം, ഏത് സബ്സ്ട്രേറ്റിൽ ആക്ട് ചെയ്യാന്ന് അറിയണം, ഏത് പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ.